ഗുഡ് ഈവനിങ് ഡിയർ പ്രോഫിറ്റ് മേക്കേഴ്സ്. ബിസിനസ് ക്ലാസ്സിലെ ബിസിനസ് മാസ്റ്ററി ഹബിലെ ഡെയിലി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ മുമ്പിലിരിക്കുന്ന കച്ചവടക്കാരായ അല്ലെങ്കിൽ ബിസിനസ്സുകാരായ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുക. ബിസിനസ്സുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് അവർ യഥാർത്ഥ ബിസിനസ്സുകാരായി മാറുക. നമ്മൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമുണ്ട്. എന്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്ന്. ഇതിനു മുമ്പ് നമ്മൾ ആ വിഷയത്തിന്മേൽ ഇവിടെ 1-2 ക്ലാസ്സുകൾ എടുത്തിരുന്നു. ആ വിഷയത്തിന്മേൽ കൃത്യമായ ഒരു അവധാനത അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റോക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളിൽ ഉയരേണ്ട ചില ചോദ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അതിന് ഉത്തരം കണ്ടെത്തിയവർക്ക് മാത്രമാണ് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്നല്ല, പലപ്പോഴും ആൾക്കാർ ബിസിനസ്സിലേക്ക് പോകുന്നത് മറ്റൊരു വഴിയും മുമ്പിൽ ഇല്ലാത്തവർ ഞാൻ ബിസിനസ് ചെയ്യാന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കേൾക്കാറുണ്ട്. അത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. അതിനൊരിക്കലും ആ ചിന്താഗതിയിലൂടെ ഒരിക്കലും ഇതിനെ സമീപിക്കുകയും ചെയ്യരുത്. മറ്റേതൊരു ജോലി പോലെ അല്ല ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്. ഒരുപാട് ഉത്തരവാദിത്തത്തോടു കൂടി, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒരേപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എല്ലാം കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ ബിസിനസ്സുകാരനാവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ജോലിയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ആ ജോലി ഏത് മേഖലയിലാണോ ആ മേഖലയിലെ വിവരം മാത്രം ലഭിച്ചാൽ മതി. ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അവന് അക്കൗണ്ട്സിനെ പറ്റിയിട്ട് മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഫൈനാൻഷ്യൽ മാനേജർ ആണെങ്കിൽ ഫൈനാൻഷ്യൽ വിഷയങ്ങൾ നന്നായിട്ട് അറിഞ്ഞാൽ മതി. ഒരു സെയിൽസുകാരനാണെങ്കിൽ സെയിൽസിനെ പറ്റി നന്നായി അറിഞ്ഞാൽ മതി. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ജോബ് ആണെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞാൽ മതി. ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി അറിഞ്ഞാൽ മതി. അങ്ങനെ അയാൾക്ക് അറിയേണ്ട മേഖലക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്രയും അറിഞ്ഞാൽ അയാൾക്ക് അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഈ എല്ലാ മേഖലയെ പറ്റിയിട്ടും വ്യക്തമായൊരു ബോധമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, എന്റെ മുമ്പിലിരിക്കുന്ന പലരും ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എങ്കിൽ അതായത് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് വിറ്റിട്ട് കാശ് മേടിച്ച് ആ കാശ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ അല്ല നമ്മൾ ബിസിനസ്സുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് സെയിൽസ് എന്ന് പറയുന്ന ഒറ്റ ഘടകം മാത്രമാണ്. ഇപ്പോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വെൽനസ് പരിപാടിയോ അങ്ങനെയൊക്കെ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരിൽ അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രമാണ്. അവർക്ക് അവിടെ അക്കൗണ്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഫിനാൻസിനെ പറ്റിയിട്ടോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ ആ കാശ് വാങ്ങിക്കുന്നു, അതിന് ചെലവാക്കുന്നു, അതിനകത്ത് ലാഭം മേടിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രമാണ്. അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതില്ല. നമുക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ ജോലിക്കാരെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയണം, അല്ലെങ്കിൽ എങ്ങനെ ജോലിക്കാരെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് മാറ്റണം എന്നറിയണം, എങ്ങനെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യണമെന്നറിയണം, എങ്ങനെ ഫൈനാൻസ് കൃത്യമായി വിനിയോഗിക്കണം എന്നറിയണം, എങ്ങനെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ശരിയായ രീതിയിൽ ചെയ്യണമെന്നറിയണം, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻസ് കൃത്യമായി കാര്യക്ഷമമായി എത്തിച്ചു കൊടുക്കുന്നത് എന്നറിയണം. അതുപോലെ തന്നെ പ്രൈസിങ് എങ്ങനെയാണ്, പർച്ചേസിങ് എങ്ങനെയാണ് എന്ന് കൃത്യമായി അറിയണം. ഇതറിഞ്ഞാൽ മാത്രമേ അവന് ഒരു നല്ല ബിസിനസ്സുകാരനാവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന, കൃത്യമായി ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് നോ യുവർ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ അറിയുക എന്നുള്ളത് അത് പരമപ്രധാനമായ കാര്യമാണ്. ഏത് ബിസിനസ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഏത് തന്നെ കച്ചവടം ചെയ്യുന്നു, ബിസിനസ് എന്ന് പറയുന്ന ഒന്നുമല്ല, എപ്പോഴാണോ ക്രയവിക്രയങ്ങൾ നടത്തി ലാഭം നമുക്കുണ്ടാക്കുന്നത് അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസിനെ പറ്റി നമുക്കറിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഗുണമുണ്ടാവുക?
അപ്പോൾ നോ യുവർ ബിസിനസ് എന്ന് പറയുന്നത് അത്രയും കൃത്യമായ ഒരു നിർവചനമാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ അറിയുക. ഞാനിന്ന് അതുപോലെ തന്നെ ബിസിനസിന്റെ എല്ലാ ഭാഗങ്ങളെ പറ്റി അടുത്ത തലത്തിലേക്ക്, ആദ്യം ബിസിനസ് തുടങ്ങി അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ ആ ബിസിനസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയണം. മാസ്റ്റർ ആയിരിക്കണം ആ ബിസിനസ്സിനകത്ത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്ത പുസ്തകം, മാസ്റ്ററിങ് യുവർ ബിസിനസ്. അവിടെ സെയിൽസ് ആൻഡ് ഒരു ബിസിനസിന്റെ തുടക്കം മുതൽ, ഒരു ബിസിനസിന്റെ ആരംഭഘട്ടം മുതൽ അതൊരു കംപ്ലീറ്റ് എന്റർപ്രണർഷിപ്പിലേക്കുള്ള യാത്ര മുഴുവനായിട്ടും ഡിസ്ക്രൈബ് ചെയ്തത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഫംഗ്ഷനെ പറ്റിയിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യേണ്ട ജോബ് അനലൈസിനെ പറ്റിയിട്ടും ഒക്കെ വളരെ വിശദമായി, ഈവൻ വളരെ സയന്റിഫിക് ആയിട്ട് ഓരോ ചാർട്ടുകൾ അടക്കം വെച്ച് അതിനെ വിശദമാക്കി പറഞ്ഞു. ഇതൊരു എങ്ങനെയാണ് ഒരു ലാബിലിറ്റി സംഭവിക്കുന്നതും എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതും, അങ്ങനെ എവറി മേഖലയും തൊട്ട് ഓരോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിലായിരിക്കണം സംഭവിക്കേണ്ടതിനൊക്കെ വളരെ വിശദമായി ഞാൻ നമ്മുടെ ലൈഫിൽ നിന്നും എടുത്തും അതുപോലെ തന്നെ നമ്മൾ നടന്നു വന്ന വഴികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇംഗ്ലീഷിലാണ് ഇത്തവണ ആ പുസ്തകം ഇറങ്ങിയിട്ടില്ല. കാരണം ബിസിനസ് പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ വാക്കുകൾക്ക്. ഇംഗ്ലീഷ് വാക്കുകളെ പൂർണ്ണമായി മലയാളീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. പക്ഷെ നെക്സ്റ്റ് ടൈം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ മാസ്റ്ററിങ് യുവർ ബിസിനസ്സും നോ യുവർ ബിസിനസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ആമുഖത്തിൽ തന്നെ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നോ യുവർ ബിസിനസിനെ പറ്റി നമ്മൾ ഞായറാഴ്ച ഒരു കംപ്ലീറ്റ് വെബിനാർ നടത്തുന്നു. എല്ലാ ഞായറാഴ്ചയും നമ്മൾ രാവിലെ 9 മണി തൊട്ട് 10:30 മണി വരെ ഈ വെബിനാർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് ഇന്ന് മുതൽ തീരുമാനിച്ച് ഈ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും ആ വെബിനാർ നിങ്ങളിലേക്ക് എത്തും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ നമ്മുടെ അതിന്റെ പോസ്റ്റുകൾ ഉണ്ട്, അത് കേൾക്കുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ്, ഇപ്പൊ ഈ വീഡിയോ ഒന്ന് യൂട്യൂബിലായി വരുമ്പോൾ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതിന്റെ വീഡിയോ വരും. അതിന്റെ താഴെയും അതിൽ ചേരാനുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ ഫ്രീ സെഷൻസിൽ അറ്റൻഡ് ചെയ്യുക, വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഉയർത്തണം എന്ന് ആലോചിക്കുക. അതിനുവേണ്ടി ഓരോ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ബിസിനസ് എപ്പോഴും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മൾക്ക് ലഭിക്കുന്ന സർവീസും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസും എപ്രകാരമായിരിക്കുമെന്ന് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു കംപ്ലീറ്റ് ബിസിനസ് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, നമ്മുടെ ബിസിനസിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വേർഡിനെ പറ്റിയിട്ടാണ്. ബിസിനസ് മാസ്റ്ററി ഹബിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ബിസിനസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ മനസ്സ് എപ്രകാരമാണോ അതിനെ വിശ്വസിക്കുന്നത് അപ്രകാരം മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വളരെ പ്രധാനമുള്ള ഘടകമാണ്. കൃത്യമായി നമ്മൾ ബിസിനസ്സിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരാൾക്ക് തന്റെ ബിസിനസ്സിനെ വിജയിപ്പിച്ചെടുക്കാൻ വളരെ 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 ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഏതൊരു ബിസിനസിന്റെയും വിജയവും പരാജയം എന്ന് പറയുന്നത് അതിന്റെ ഓണറുടെ, ആ ബിസിനസിന്റെ മുതലാളിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ആ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് ബിസിനസ്സിൽ മാറ്റമുണ്ടാകും. ഇതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു ബിസിനസ് തകരുന്നത് ആ ബിസിനസിന്റെ മുതലാളിയുടെ തകർച്ചയിൽ നിന്നാണ്. അങ്ങനെ എവിടെയും സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ബിസിനസിന്റെ ഓണറുടെ ചിന്താഗതി എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ ബിസിനസിന്റെ പ്രവർത്തനം. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങളുടെ ബിസിനസ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും അല്ലെങ്കിൽ ചിന്തകളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനും ബിസിനസ് മാസ്റ്ററി ഹബിൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ സിസ്റ്റം. ആകർഷണ നിയമം പോലുള്ള യൂണിവേഴ്സൽ നിയമങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് മാത്രം മതിയോ എന്ന് വെച്ചാൽ, ആകർഷണ നിയമത്തിൽ, ലോ ഓഫ് അട്രാക്ഷന്റെ നിയമത്തിന്റെ 3 ഫണ്ടമെന്റൽസ് ആണ്. 4 ഫണ്ടമെന്റൽസ് ആണ്. ആസ്ക്, ബിലീവ്, ഇൻസ്പയർഡ് ആക്ഷൻ, റിസീവ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻസ്പയർഡ് ആക്ഷൻ ഇല്ലാതിരുന്നാലോ ആസ്ക് ഇല്ലാതായാലോ റിസീവ് എന്ന കണ്ടീഷനിലേക്ക് വരികയില്ല.
നമുക്ക് കൃത്യമായി എന്ത് വേണമെന്ന് തീരുമാനിക്കണം. ഓരോ ബിസിനസ്സിലും നമുക്ക് എന്താണ് ഈ മാസത്തെ ടാർഗറ്റ് എന്ന് സെറ്റ് ചെയ്യാത്ത ഒരു ബിസിനസ്സുകാരന് ആ മാസത്തെ ടാർഗറ്റ് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് ആസ്ക് എന്ന് പറയുന്നതാണ്. ഇനി അതെന്താ? ബിലീവ്, എനിക്കത് സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാത്ത ഒരുത്തന് ഒരിക്കലും ബിസിനസ് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. അത് രണ്ടും ഉണ്ടായതിനു ശേഷം ആവശ്യമായ ആക്ഷൻസ് എടുക്കാൻ, സ്റ്റോക്ക് എടുത്തു വെക്കാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ അത് എത്തിച്ചു കൊടുക്കാനും സാധിച്ചില്ലെങ്കിൽ ബിസിനസ് നടക്കില്ല. അപ്പോൾ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായ ഭാഗമാണ്. ഇത് മൂന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നാലാമത്തത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഇത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സ്വിച്ച് വേർഡാണ്. ഈ സ്വിച്ച് വേർഡുകൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളിലൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിലും പറയാം. നമ്മുടെ ബ്രെയിനിന്റെ ബിലീഫ് സിസ്റ്റത്തെ കൃത്യമായി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാക്കാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ബിസിനസ് മാസ്റ്ററിയിലും നമ്മൾ ഇതുമായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ പെയ്ഡ് ക്ലാസ്സുകൾ ഉടനെ തന്നെ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായി തുടങ്ങും. അത് ബിസിനസിന്റെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമാണ്, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത്. അതും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലളിതമായ ഒരു സ്വിച്ച് വേർഡ് പഠിക്കാം. ആ സ്വിച്ച് വേർഡോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞായറാഴ്ച നിങ്ങൾക്കൊരു നോ യുവർ ബിസിനസിനെ പറ്റിയിട്ടുള്ള ഒരു വെബിനാർ ഉണ്ട്. അത് എല്ലാ ഞായറാഴ്ചകളും അതിന്റെ പുതിയ തുടർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ബിസിനസ് അതിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലെവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ബിസിനസിന്റെ മേഖലകളായ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മേഖലയിലാണ് എന്റെ ബിസിനസ് ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്നത്, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വെബിനാറിന്റെ ഉദ്ദേശം. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾ അവിടെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ് കോച്ചുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യാൻ മതി. നിങ്ങൾ ബിസിനസ് പഠിക്കാൻ പോകേണ്ട ആവശ്യകതയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിനനുസരിച്ചുള്ള തത്തുല്യമായ കോഴ്സുകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ആൾക്കാരനുസരിച്ചായിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് വേർഡിനോട് തയ്യാറായിക്കൊള്ളുക. സ്വിച്ച് വേർഡ് എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും അത് ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നത്. ബിസിനസിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഒന്ന്, സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയല്ല എന്നറിയാം. ഒരാളെ കൊണ്ട് മാത്രം സെയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പോസിബിളേ അല്ല എന്ന് പറയും. കാരണം അതിനകത്ത് ഒരു സെല്ലർ ഉണ്ടാവണം, ഒരു ബയ്യർ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് സെയിൽസ് നടക്കുന്നത്, അല്ലെ? ബയ്യറും സെല്ലറും ഉണ്ടാകുമ്പോൾ മാത്രമാണ് സെയിൽസ് ഹാപ്പൻ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ സംഭവിച്ചു, അല്ലെ? അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്, ഇനി സെൽ ചെയ്താൽ മതിയോ? അതിനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യം വേണം. അല്ലെങ്കിൽ അതിനെ എവിടെ കൊണ്ടുവരണം, ഒരാൾ കൊടുക്കുന്ന ഒരാൾ വേണം. അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുവന്ന് അയാൾ തന്നെ കൊടുക്കണം. എന്തായാലും അവിടെ മൂന്നാമതൊരാൾ കൂടി വേണം. ചിലപ്പോൾ ആ മൂന്നാമതൊരാളുടെ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്തെന്ന് വരാം. പക്ഷെ എങ്കിലും ആ മൂന്നാമത് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. ഇനി അതുകൂടാതെ മൂന്നാമത് വ്യക്തി ഉണ്ടായി കഴിഞ്ഞാലും ഇതിന്റെ കാശ് വാങ്ങിക്കാനും ആ കാശ് ബാങ്കിലിടാനും ബാങ്കിൽ നിന്നും ആ കാശ് എത്തിക്കാനും ഈ സാധനം വാങ്ങിക്കാനും അപ്പുറത്ത് എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കാനും ഇങ്ങനെയൊക്കെയായി വീണ്ടും നാലാമതൊരാൾ കൂടി അവിടെ വേണം. യെസ് യെസ് കറക്റ്റ് തന്നെ. ബ്ലാക്കില്ലേ വേണ്ട, ബ്ലാക്ക് തന്നെ. ആണോ? അപ്പോ അത് നാലാമതൊരാളും കൂടി വേണം. അങ്ങനെ കുറെ പേരുടെ ഒരു നെറ്റ്വർക്കിംഗ് നടന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെയിൽസ് ഫുള്ളായിട്ട് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ നടക്കില്ല. അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരാളും കൂടി വേണം. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇതാ ഈ സാധനം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുത്താൽ മാത്രം തീരും എന്ന് വിശ്വസിക്കരുത്. അങ്ങനെയല്ല സെയിൽസ് സംഭവിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ്. ഇതിവിടെ എത്തിച്ചു വന്ന ഒരാൾ വേണം, ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചൊരാൾ വേണം, ഇത് എടുത്തു കൊടുക്കുന്ന ഒരാൾ വേണം, വാങ്ങിക്കുന്ന ഒരാൾ വേണം. വാങ്ങിക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ ഉപയോഗിക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ മൊത്തത്തിലുള്ള ഒരാളുടെ എഫേർട്ടാണ് സെയിൽസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഒരു പറ്റം ആൾക്കാര് ഒന്നിച്ചു കൂടുമ്പോഴാണ് സെയിൽസ് നടക്കുന്നതെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ടുഗദർ എന്ന് പറയുന്നത്. ടുഗദർ എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ ഭാഗമായി മാറും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു സത്യസന്ധമായ റിസൾട്ടുള്ള ഒരു സെയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വിച്ച് വേർഡിൽ ഒന്നാമത്തെ വാക്ക് ടുഗദർ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ, എവറി സെയിൽ ഈസ് കൗണ്ടബിൾ, അല്ലെ? ഓരോ സെയിൽസും നമ്മളെ സംബന്ധിച്ച് എണ്ണപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഓരോ സെയിൽസിലും കിട്ടുന്ന തുക നമ്മൾ എണ്ണുന്നതാണ്. ഓരോ വാക്കുകളും അവിടെ എണ്ണി തിട്ടപ്പെടുത്തി തന്നെ പറയണം. എങ്കിൽ മാത്രമേ കൃത്യമായ സെയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ സെയിൽസ് ഈസ് ആക്ച്വലി കൗണ്ടബിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്വിച്ച് വേർഡ് കൗണ്ട് എന്നുള്ളതാണ്. എണ്ണണം, നമുക്ക് എണ്ണമറ്റ സെയിൽസ് ഉണ്ടാവണം. അപ്പോൾ കൗണ്ട് എന്ന് പറയും. പിന്നെ എന്നെങ്കിലും നടന്നതുകൊണ്ട് കാര്യമില്ല സെയിൽസ്, ഇന്ന് തന്നെ നടക്കണം. ഇന്ന് ഞാൻ വിചാരിക്കുന്ന സെയിൽ 10 ദിവസം കഴിഞ്ഞ് നടന്നാൽ മതിയോ? പോരാ, ഇന്ന് നടക്കണം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ സെയിലിന് വിചാരിക്കുമ്പോൾ 10 ദിവസം മുമ്പേ നടന്നാൽ മതിയോ? അപ്പോഴും പറ്റില്ല. ദ പ്രസന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ പ്രസന്റ്. അതിന് പറയും വാക്കാണ് നൗ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു സെയിൽ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന വാക്കാണ് ടുഗദർ കൗണ്ട് നൗ എന്നുള്ളത്. ടുഗദർ കൗണ്ട് നൗ, വാക്ക് എഴുതി വെച്ചോളൂ. ടുഗദർ കൗണ്ട് നൗ. ഈ വാക്ക് നിങ്ങൾ രാവിലെ ബിസിനസ് തുടങ്ങുമ്പോൾ, രാവിലെ നിങ്ങൾ ബിസിനസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു 11 തവണ എഴുതിയിട്ട് പോവുക. ഓഫീസ് തുറക്കുമ്പോൾ, ഓഫീസിൽ എത്തുമ്പോഴോ ഷോപ്പിലെത്തുമ്പോഴോ കൃത്യമായി എഴുതുക ടുഗദർ കൗണ്ട് നൗ. ഇതാകുമ്പോൾ മൊത്തത്തിൽ അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് അവിടെ കൊണ്ടുപോകും. അന്ന് സംഭവിച്ചിരിക്കും. എഴുതി വെച്ചോളൂ. ഒരു പേപ്പറിൽ എഴുതി. രണ്ട് രീതികൾ പറയാം. രണ്ട് രീതികളിൽ പറയാം. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ പോയി ഇരുന്നിട്ട്, നിങ്ങൾ ഓഫീസിൽ ടേബിളിൽ പോയി, ഓഫീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓഫീസ് ടേബിളിൽ പോയിട്ട് നിങ്ങൾ ഒരു പേപ്പറോ പുസ്തകം എടുക്കുക. അതിൽ എഴുതുക ടുഗദർ കൗണ്ട് നൗ എന്ന്. ഒരു 11 തവണ എഴുതിയിട്ട് അവിടെ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ പരിപാടികൾ ചെയ്യുക. എന്നത് വൈകുന്നേരം നോക്കിക്കോളൂ, നിങ്ങൾക്ക് മിറാക്കിളുകൾ സംഭവിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ജേണലൊക്കെ ചെയ്യുന്ന ഉള്ള ഒരാളാണെങ്കിൽ രാവിലെ ജേണൽ എഴുതുക, ടുഗദർ കൗണ്ട് നൗ എന്ന് എഴുതിക്കൊള്ളുക. പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഫോണിന്റെ വാൾപേപ്പറാക്കി മാറ്റുക. എല്ലാ സമയത്തും നിങ്ങളിത് കണ്ടുകൊണ്ടേയിരിക്കും. മിറാക്കിളുകൾ സംഭവിക്കാൻ ഇത് മാത്രം മതി. ഇത് അത്രയും നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റത്തെ മാറ്റുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത്രയും ലളിതമായി പറയാനുള്ളൂ, കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് മാത്രം പ്രയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും താഴെ നോക്കുമ്പോൾ നമ്പർ 3333 എന്നുള്ള നമ്പർ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ. മറ്റൊരു സ്വിച്ച് ബോർഡോ അല്ലെങ്കിൽ മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളോ ഒക്കെ ആയി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു സമയം കൂടി തരാം, 5 മിനിറ്റ്. നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഇത് എഴുതി വെച്ചുക, ടുഗദർ കൗണ്ട് നൗ എന്ന വാക്ക് ഉപയോഗിച്ചോളുക. താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. 5 മിനിറ്റ്സ് നിങ്ങൾക്ക് സംസാരിക്കാം. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയാണ്ട് പറഞ്ഞു. ടുഗദർ കൗണ്ട് ഡൗൺ അല്ലേ? ടുഗദർ കൗണ്ട് ഡൗൺ അല്ല. ഇതിനാ ഡൗൺ വേണോ? ഡൗൺ അല്ല, മനസ്സിലായില്ല സാർ, അതാണ്. ഇപ്പോൾ നൗ, നോ അല്ല, നൗ നൗ ഡൗ നൗ ഡൗ നൗ Together count now. NOW നൗ. ഇപ്പോഴെന്റെ ബിസിനസ്, ഇപ്പൊ അതിനെ കൃത്യമായി പറഞ്ഞത്, ഇപ്പോൾ വേണ്ട ബിസിനസ്. അതെ അതെ. ടുഗദർ. താങ്ക് യു സാർ. സർ നമസ്കാരം.
നമസ്കാരം. സാർ ഞാൻ പറഞ്ഞ സാർ ഇത് ഈ ഒരു വാക്ക് മുന്നൊരു വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞൊരു ദിവസം. അപ്പൊ ഞാൻ അത് എഴുതി എന്റെ പേഴ്സിൽ വെച്ചു, ടേബിളിന്റെ അതിൽ വെച്ചു കൊണ്ടു നടന്നു. പക്ഷെ എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാകും സാർ. നല്ല സെയില് നടന്നു. നടന്നോ? ഭയങ്കര നടന്നു. താങ്ക് യു. പിന്നെ സാറ് പറഞ്ഞ ആ ചക്രം ഞാൻ ചെയ്തു. അത് ഞാൻ എന്റെ റൂമിലും വെച്ചു, ഞാൻ എന്റെ ടേബിളിലും വെച്ചു. അത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര വ്യത്യാസം ഈ 2-3 ദിവസത്തിനുള്ളിൽ നടന്നു. പിന്നെ നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്റെ ബിസിനസ് 2 മാസം ഡൗൺ ആയിരുന്നു. അതിപ്പോ ഈ ഒരു മന്തില് കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിനും പഴയ കസ്റ്റമേഴ്സുകളും വരാനുള്ള തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 100 ദിവസം കൊണ്ട് 100 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ ചെയ്തത്. അതിലിപ്പോ 1-ാം തീയതി ഒരാൾ വന്നു, 2-ാം തീയതി ഒരാൾ വന്നു. വളരെയധികം താങ്ക് യു സർ. താങ്ക് യു. സാറിന്റെ മെസ്സേജുകളൊക്കെ ഞാൻ ഇങ്ങനെ ചിലതൊക്കെ എഴുതാറുണ്ട്. വീട്ടിൽ നിന്നും എഴുതി പോവാറുണ്ട്, ഓഫീസിൽ ചെന്നിട്ടും ഞാൻ എഴുതാറുണ്ട്. അപ്പൊ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ബുക്കുകൾ വായിക്കും. അപ്പൊ അതിൻ്റെതായ മാറ്റം വരും. വെരി താങ്ക് യു സർ. താങ്ക് യു. ബിസിനസ്സിലൊക്കെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. നോർമൽ ലൈഫിലും ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. എവിടെയും വർക്ക് ചെയ്യിപ്പിക്കും. നമ്മൾ എവിടേക്കാണോ പർപ്പസ് ബിൽഡ് ചെയ്യുന്നത് അവിടെയൊക്കെ അത് വർക്ക് ചെയ്യും. ഇതൊക്കെ വേൾഡിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എടുത്ത കാര്യമാണ്. ഞായറാഴ്ചത്തെ ക്ലാസ് എനിക്ക് 7-ാം തീയതി 11-ാം തീയതി എനിക്ക് കമ്പനിയിൽ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്. അത് കാരണം എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ചെയ്യാമ്പോ ഞായറാഴ്ച 4-ാം തീയതി അല്ലേ? 4-ാം തീയതി ഉണ്ട്, എനിക്ക് 11-ാം തീയതി ഉണ്ട്. 4-ാം തീയതി അതെ. പക്ഷെ വെബിനാർ നിങ്ങൾക്ക് പിന്നെയും കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സമയത്തിന് നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടും. അത് നിങ്ങൾക്ക് തരാം. രജിസ്റ്റർ ചെയ്തവർക്ക് വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആവും. നിങ്ങൾക്ക് വീണ്ടും കേൾക്കാവും. അടുത്ത ക്ലാസ് ഞാൻ കയറിക്കോളാം. 2 ദിവസം ട്രെയിനിങ് ഉള്ള കാരണമാണ്. പക്ഷെ എനിക്ക് എന്റെ ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ എന്നിൽ വരുത്തുന്ന മാറ്റങ്ങള് എനിക്ക് ഈ സാറിന്റെ ക്ലാസ്സിൽ കൂടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വളരെയധികം താങ്ക് യു. അവര് മോട്ടിവേഷൻ, നിങ്ങൾക്ക് ബിസിനസിന്റെ സ്ട്രക്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കാം. മോട്ടിവേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ഒരാളുടെ മെത്തേഡിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ റിസൾട്ട് എടുക്കുന്നവരുണ്ടാവും, നിങ്ങളിപ്പോ മറ്റേ ക്ലാസ്സിൽ റിസൾട്ട് എടുക്കുന്നവരുണ്ടാവും. ക്ലാസ് എടുക്കുന്നുണ്ട്, അത് ബിസിനസ് പറയുന്നുണ്ട്. പക്ഷെ ബിസിനസ്സിലേക്ക് എനിക്കിപ്പോ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ കഴിവുകളെയും കുറവുകളെയും എങ്ങനെയാണ് തിരുത്തി തരുന്നത് സാറ് പറയുമ്പോൾ മനസ്സിലാവുന്നു. സാധാരണക്കാരിൽ നമ്മളെല്ലാവരും, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മയെന്ന് ഒരു ബിസിനസ്സിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവില്ലേ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് സാറിൽ നിന്നാണ്. ശരിക്കും ഒരു മെന്ററായിട്ടാണ് ഞാൻ സാറിനെ ഓർമ്മിക്കുന്നത്. താങ്ക് യു. ഒരുപാട് ഉയരാൻ സാധിക്കട്ടെ കേട്ടോ. ഒരുപാട് ഉയരും. താങ്ക് യു സാർ. എല്ലാവർക്കും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി കാണാം. ഞാൻ ഈ ചാനലിൽ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചാനലിൽ സമ്പത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. 100 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 7-മത്തോ മറ്റോ ആയി. അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ബിസിനസ്സുകാരന് സമ്പത്തിനെ പറ്റി അറിയില്ലെങ്കിൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ തോറ്റു പോകുമെന്ന് ഉറപ്പാണ്. എത്ര ബിസിനസ് ഉണ്ടാക്കിയാലും എത്ര കാശുണ്ടാക്കിയാലും അത് സമ്പത്തിനെ പറ്റി കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ അവൻ പരാജയപ്പെടാൻ നിമിഷങ്ങൾ മതി. പ്രത്യേകിച്ച് ബിസിനസ്സുകാരന് കാശ് പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. മറ്റുള്ളവർക്ക് കുറച്ചും കൂടി സമയത്ത് പോകും. പക്ഷെ ബിസിനസ്സുകാരന് ചക്കേന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് സമ്പത്തിന്റെ രഹസ്യങ്ങൾ ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് അത് എഴുതാൻ വിചാരിച്ചിരുന്നത്. ഓരോ ദിവസമാണ് ഞാൻ ഓരോ രഹസ്യം എഴുതുന്നത്. മൊത്തം എഴുതിച്ചിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ അത് അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണം. അതിന്റെ ബ്ലോഗും കൂടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ചാനലിലെ ബ്ലോഗിന്റെ ലിങ്ക് കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വായിക്കാനും കേൾക്കാനും രണ്ടുമുള്ള രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ വായിച്ചെടുക്കാം. അല്ലെങ്കിൽ അത് റൈറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി പറയണം. അപ്പൊ ബ്ലോഗും കൂടി ഉണ്ടാവും. ഇതിനകത്ത് ബ്ലോഗിനൊന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ബ്ലോഗും കൂടി തരാം. റൈറ്റ്. അപ്പൊ ഇത് ഇത്രയും നന്നായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് പലരും പാലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ബിസിനസ് തോറ്റുപോകുന്നത്. അത് ദയവ് ചെയ്ത് എല്ലാവരും റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരാജയപ്പെടാതെ ബിസിനസ് ഉണ്ടാക്കുന്നതിനേക്കാളും കഴിവ് വേണം ബിസിനസ് നിലനിർത്താൻ എന്നുള്ളത് അറിയുക. ബിസിനസ് ചിലപ്പോൾ നമ്മൾ 4 പേരെയൊക്കെ സംസാരിച്ച് എടുത്തു കൂട്ടാൻ പറ്റുമെങ്കിൽ സെയിൽസ് ഒക്കെ നടത്തുവാൻ സാധിച്ചിരിക്കും. പക്ഷെങ്കിൽ ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും പ്രയാസമാണ് ആ ബിസിനസ്സിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത്.
ആ ഒരു ആർട്ട് പഠിക്കുക തന്നെ വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിസ്ട്രാക്ഷൻ വളരും തോറും നമുക്ക് ഓവർ ലോഡ് കൂടും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ കുറയും. അപ്പോൾ ഒരു ഭാഗത്തെ അടിയൊഴുക്കുകൾ സംഭവിക്കും. ഇതെല്ലാ ബിസിനസ്സിലും സംഭവിച്ചു പോകുന്ന പലപ്പോഴും അങ്ങനെയാണ്. അത് കൃത്യമായ അതാണ് ഞാൻ ആ ഒറ്റ ബേസിലാണ് ഈ മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. Thank you, sir. അപ്പൊ പിരിയാന്നാല് Thank you, sir. താങ്ക് യു വെരി മച്ച്. Thank you.